മഞ്ചേരി ആരാണെന്നേ അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാനത്തിന് വില പറയാൻ ഇനി അവനെങ്ങാനും മസ്ലിം പിരിപ്പിച്ച് വന്നാൽ പെണ്ണിന്റെ അന്തസ് എന്താണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും അവന്. ആരാ കൂട്ടത്തിൽ കിളവൻ കോളേജുമാർ? നിന്നെ കണ്ട ഏജ് ഫീൽ ചെയ്യുന്നുണ്ട്. അയാളല്ല, താൻ തന്നെ. എനിക്ക് പ്രായം കുറവാണ് സാർ. ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാം സാർ. ഒന്ന് മാറ്റി നിർത്തോ അയാളെ. തന്നോടല്ല മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളാൻ സാർ, ചെറുപ്പക്കാരൻ സാർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ് പൊട്ടിച്ചല്ല, വയറകത്തേക്ക് പിടിച്ചോ ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസിംഗിന് നിൽക്കണോ? ഞാൻ എവിടെ വേണം നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടേ പോകൂ. ഞാനിവിടെ വെയിറ്റ് കുറെ നേരമായല്ലോ കുട്ടി ഫ്രെയിമിൽ നിന്ന് വിളിച്ചു കളിക്കുന്നു. ഞാൻ തന്നോട് പറഞ്ഞല്ലേ ഹീറോയിന്റെ ആർട്ടിസ്റ്റ് നിർത്തിയാൽ മതിയെന്ന്. കണ്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചു നിർത്തി ഫിലിം കളയാനായിട്ട്. ഒന്ന് നേരെ നിൽക്കാൻ പറയൂ. ഇവളുടെ ഒരു കാര്യം രാജി, നിൽക്കടി, കുറച്ചേരം കൂടി കാണാടി. നല്ല രസമുണ്ട്. എനിക്ക് വലിയ രസം തോന്നുന്നു. എന്താ പെട്ടെന്ന് ഡള്ളായത്? ഒന്നും രാജി, ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് മോളുടെ കോളേജിലെ ഷൂട്ടിങ്ങിന്ന്. ഞാൻ പോവാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. എത്രയായാലും ഇത് ജോലിയായി പോയില്ലേ. മോൾക്ക് വിഷമായില്ലേ? സോറി. ഇതാണോ നിന്റെ കൊസ്രാക്കൊള്ളി ഗ്യാങ്? ചേച്ചിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി താടി. ആരാ അത്? രാജയുടെ ചേച്ചിയാ? അത് ചേച്ചിയാ, വകയിലൊരു ചേച്ചി. ഇവിടെ വന്ന് വായി നോക്കി നിൽക്കുക. പോയി ഹീറോയിനെ പിന്നെ ചെന്ന് നിൽക്ക്. രമേശിന് പോയി കിടക്ക. ചോറ് ശരിക്കിട്ടോ? ആ, കുറച്ച് സാമ്പാർ. എടാ ചന്ദ്ര, നീ അല്ലേ ഇപ്പൊ ക്യൂ ഒന്ന് വാങ്ങിപ്പോയത്? ചേട്ടാ, ഒരിക്കൽ കണ്ട സിനിമ പിന്നെയും കാണാൻ പോകുമ്പോ പിന്നെയും ക്യൂവിൽ നിൽക്കണം. അതാണൊരു മര്യാദ. ഒന്നും ആയില്ല ജോസേട്ടാ, ഊറ്റ പിടി കൂടി. ബാറ്റ് ഒന്നും കുറയില്ലേട്ടാ, വിളിക്കാം. ഹൈ, നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല, കോളേജ് രംഗമല്ലേ. അവിടെ കുറെ പാവങ്ങള് പ്രായം കൂടിയതിന്റെ പേരിൽ അന്നം കിട്ടാതെ വിഷമിച്ചേക്കുമ്പോഴാ അവന്റെ ഒരു സെക്കൻഡ് ടേക്ക്. പ്രായം കൂടി ഒറ്റ കാരണം കൊണ്ട് എന്നെ കഴുത്തെ പിടിച്ച് പുറത്തുള്ള നീ കണ്ടല്ലേ? ഞാനൊന്ന് രണ്ടാമത്തെ അടിച്ചോണ്ടിരിക്കുക. എന്താ സിനിമയിൽ കയ്യൊക്കെയുള്ള കാര്യക്കാരൻ. നാളെ ഷൂട്ടിംഗ് ഏതെങ്കിലും വൃദ്ധസാധനാണെങ്കിലേ നമ്മൾ ഒരേപോലെ കയ്യും കെട്ടി നിൽക്കണം. അതിനെന്താ, അവിടെയും ഇവിടെയും നിനക്കൊക്കെ അല്ലേ? എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലയർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേലും കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ. ഞാൻ സുബൈർ. ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്. ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ, അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ടുകേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി. ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലേക്ക് ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറുള്ള കാര്യം അറിയാമോ? ബ്രദർ ആണോ സിസ്റ്റർ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിലൊന്ന് അറിയിക്കണം. അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. ശരി. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? എടാ, സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയൊന്നും ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അതൊക്കെ അറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിക്കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്. ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി, നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതിങ്കിലും ആവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാവുന്ന. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവൻ ഇവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്ത് പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ.
അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിമിത്തവും എലിപ്പിനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ എടുത്താലും കുഴപ്പമില്ല. എടാ അവൻ ഇവിടെ ലാൻഡ് ചെയ്താ പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിഷാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരില്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തണം. ഉദാഹരണം കണ്ട ചെവിട്ടിലെ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന നിന്റെ സംപ്രേഷണം. പന്നി നീ എബ്രാലിക്കനാണ്. ഞാൻ ബുഷറാ. പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞന്നാൻ വന്ന ഊച്ചാലുകളെന്നല്ലേ? എന്നാ കേട്ടോടാ, നാളെ ഞങ്ങൾ ഞങ്ങൾ നിർത്തി. നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിങ്കോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ പന്നി. ഹലോ ഉസ്മാനെ ഒന്ന് നീട്ടി ഹോണടിക്കടാ. എന്റെ ഈശ്വര, എന്നെ കൊണ്ട് വയ്യ. ഇത്രയും പെട്ടെന്ന് കാർ മേടിച്ചോ? കാർ മാത്രമല്ല കൂൾഗ്ലാസ് വാങ്ങിച്ചു. കണ്ടില്ലേ? ഇത് റെന്റക്കാരാ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടം മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിലിനൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ട്രാവൽസ് പോയിട്ട് എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി. ഈ ഏട്ടൻ ഇവിടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞെത്തും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന് അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രൻ ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക്. പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീ മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. ഉള്ള ഇമേജ് ഓഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ, കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. അച്ഛൻ്റെ അടുത്തിരുന്നോ. നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണാളം പോയി കാലത്തിറങ്ങിയല്ലേ? നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണ്ണമാലയില്ലേടി? അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറ് പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പന്ന് കുട്ടേട്ടൻ അറിഞ്ഞൂടെ? ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മാനം കിടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കിടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഉസ്മാനെ വണ്ടി. ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ലോ. കണ്ണട മാറ്റടാ. ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈ പെനിക്ക് 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി AC, TV, ഫ്രിഡ്ജ് ഇങ്ങക്ക് വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടിൽ കിടക്കൊക്കെ ക്ലോസറ്റ് എന്നവരാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാസ്റ്ററിന്റെ ബെഡ്റൂം?
മാഷിന്റെ ബെഡ്റൂം അല്ല മാസ്റ്റർ ബെഡ്റൂം മനസ്സിലായോ? നോക്ക് എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന് കേട്ടോ. സോറി കഞ്ഞിക്ക അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം വന്നെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം. അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാരെ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല ഓർഗൻ, മനസ്സിലായോ? അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗനായാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്നെ എല്ലാത്തിനും ഒരു പേരിട്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. ഇത് നമ്മുടെ കോസ്റ്റ്യൂം വേലാതൽ കീഴിലേറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാ. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. നാളെ രാത്രി സീനിലെ വില്ലന്മാർക്ക് കണ്ടിന്യൂറ്റി കോട്ടാണ്. കോട്ടിട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇവിടെ റീച്ച വരെ ഞാൻ അറിയും. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും. പുടി അമ്മേ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നെ ഒരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് അല്ല അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. ഈച്ചപാറി ഇവിടെ നിന്ന് പറഞ്ഞ തന്റെ കണ്ണിന്ന് പൊന്നിച്ച് മാറും, മനസ്സിലായോ? മനസ്സിലായി. താക്കോല് കിട്ടിയപ്പോ എന്റെ സ്വഭാവം സമയം കളയണ്ട. ഈ ഡ്രസ് ഇട്ടൊരു റിഹേഴ്സല് നാളെ രാവിലെ കൃത്യം 8:30 ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കല്ല എയർപോർട്ടിലേക്ക്. സാറേ ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത് എല്ലാവരും കണ്ണട വെച്ചിരിക്കുന്നത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കോട്ടും കണ്ണാടിയൊക്കെ വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്വത ഫീൽ ചെയ്യൂ. സിനിമയിലെ കണ്ടില്ലേ? ഈ ആകാശ് ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കെട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ? പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. Be careful, Oh, no, you're not supposed to do that. Come this way. This way. Slowly. Oh, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതിയുണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനങ്ങൾ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഗതികേട്. അത് ഭാര്യയല്ല, എയറോസ്റ്റസ് എന്താ ഭാര്യയായാലും നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Hello, I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണും മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ് ചേട്ടൻ അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ് അവനല്ലടേ നീയല്ലേ ഉറപ്പിച്ചു പറഞ്ഞു അവനാണ് ഇവനെന്ന്. നിന്റെ ഓരോ ജൽപ്പനങ്ങളെ പട്ടി പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. Okay, baby. Have a great day. Come on. Okay. Okay. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, ഓ ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. Yes.